കന്നി മത്സരത്തിൽ കസറി കാരായി. പോൾ ചെയ്ത വോട്ടുകളിൽ 20,523 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കാരായി വിജയം നേടിയത്. ഇടതുപക്ഷ നേതാക്കളായ പാട്യം ഗോപാലൻ, KPR ഗോപാലൻ, NE ബാലറാം, MV ജയരാജൻ, കോടിയേരി ബാലകൃഷ്ണൻ, KP മമ്മു, VK നായനാർ, കോൺഗ്രസിലെ P കുഞ്ഞിരാമൻ, ഇടത് സ്വതന്ത്രനായ VR കൃഷ്ണയ്യർ, സ്പീക്കർ N ഷംസീർ തുടങ്ങിയവരെ ഇരു കൈയും നീട്ടി സ്വീകരിച്ച് സംസ്ഥാന നിയമസഭയിലേക്ക് തിരഞ്ഞെടുത്തയച്ച മണ്ഡലമായ തലശ്ശേരി ഇത്തവണ നെഞ്ചേറ്റിയത് കാരായി രാജനെ. അരനൂറ്റാണ്ടിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ നാടുകടത്തലടക്കം ഒരു പുരുഷായുസിന്റെ പീഡനം അത്രയും ഏറ്റുവാങ്ങേണ്ടി വന്ന കാരായി രാജനെയാണ്. നിലവിലെ MLA ആയ N ഷംസീറിന്റെ പിൻഗാമിയായാണ് റബ്കോ ചെയർമാനും പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ കാരായിയെ CPM കളത്തിലിറക്കിയത്. പാർട്ടിയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയില്ല, കാരായി അത് നിറവേറ്റി. UDF സ്ഥാനാർത്ഥി KP സാജുവിനെയും യുവമോർച്ച നേതാവും BJP സംസ്ഥാന കമ്മിറ്റി അംഗവും NDA സ്ഥാനാർത്ഥിയുമായ O നിതീഷിനെയും SDPIക്കാരായ AC ജലാലുദ്ദീൻ ഉൾപ്പെടെ 7 പേരെയും പരാജയപ്പെടുത്തിയാണ് കാരായി രാജൻ തലശ്ശേരിയുടെ ജനപ്രതിനിധിയാവുന്നത്. മണ്ഡലത്തിൽ ഇത്തവണ 1,84,015 വോട്ടർമാരാണ് ഉണ്ടായത്. ഇവരിൽ 69,195 പേരുടെ അംഗീകാരം കാരായി രാജന് നേടാനായി. UDF 49,036ഉം NTA 22,615 വോട്ടുകളും നേടി. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ് ലഭിച്ചിട്ടുള്ളത്. കേരളത്തിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും ഈ നാടിൻ്റെ സമാധാന അന്തരീക്ഷം കാത്തു സൂക്ഷിക്കുക മാത്രമല്ല, വർഗീയ കലാപത്തിൻ്റെ ഒരു അംശം പോലും, അതിൻ്റെ ഒരു തീപ്പൊരി പോലും പാറാതെ സംരക്ഷിച്ച കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി ഉയർന്നു വന്ന വ്യാപകമായ വ്യാജ പ്രചാരണങ്ങൾക്ക് വേണ്ടത്ര പ്രതിരോധിച്ച് മുന്നോട്ട് പോകാൻ ഒരുപക്ഷെ മുന്നണിക്ക് സാധിച്ചിട്ടുണ്ടാവില്ല. ജനങ്ങളുടെ തെറ്റിദ്ധാരണകളെ മാറ്റിയെടുക്കാനും ഒരുപക്ഷെ കഴിയാതെ വന്നിട്ടുണ്ടാവും. അതെല്ലാം ഇടതുപക്ഷ മുന്നണിയും പാർട്ടിയും വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇതുപോലെ വികസനം നടന്ന ഒരു കാലം, ഇത്രയും ക്ഷേമ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ള വർഷങ്ങൾ, മതനിരപേക്ഷത കാത്തു സൂക്ഷിച്ച് വർഗീയ കലാപത്തിൻ്റെ ഒരു നേരിയ തരി പോലും വീഴാതെ കാത്തു സൂക്ഷിച്ച ഒരു കാലം ഇതിനു മുമ്പ് മറ്റൊന്നുണ്ടായിട്ടില്ല. ഇതെല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന എവിടെയെങ്കിലും പോരായ്മകൾ പറ്റിയിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഏതായാലും തലശ്ശേരി അഭിമാനകരമായ വിജയമാണ് ഈ തരംഗത്തിനിടയിലും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. തലശ്ശേരിയുടെ പുരോഗമനപരമായ മതനിരപേക്ഷ പാരമ്പര്യം, അതിൻ്റെ ഇടതുപക്ഷ കരുത്ത് ഒരിക്കൽ കൂടി ഈ കൊടുങ്കാറ്റിനിടയിലും ഉലയാതെ പിടിച്ചുയർത്തിപ്പിടിക്കാൻ സാധിച്ച ഒരു തെരഞ്ഞെടുപ്പ് വിധിയെഴുത്താണ് തലശ്ശേരിയിൽ ഉണ്ടായിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഈ മണ്ഡലത്തിൽ വിജയിപ്പിച്ച പുരോഗമനവാദികളായ മതനിരപേക്ഷ വിശ്വാസികളായ എല്ലാ നാട്ടുകാർക്കും ഈ സന്ദർഭത്തിൽ എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയും